അങ്ങനെ കോയമ്പത്തൂരിൽ നിന്ന് വീണ്ടും നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് അല്ലേ? എങ്ങനെയുണ്ട് കോയമ്പത്തൂർ? അയ്യോ മുങ്ങിയല്ലോ, വണ്ടി ടയർ റെഡിയാക്കുമായിരുന്നു. വർക്ക്ഷോപ്പിലായിരുന്നു. എങ്ങനെയാണ് കോയമ്പത്തൂർ ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? റിട്ടേൺ ബാക്ക് ടു കേരള. സെറ്റല്ലേ? എല്ലാരും കയറി. അപ്പൊ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, എന്താണ് അപ്ഡേറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. കയറിക്കോ. വണ്ടിയുടെ കുറച്ച് പരിപാടി ഉണ്ട്, അതെല്ലാം തീർത്തതിന് ശേഷമാണ്. 1 2 3 എല്ലാരും തിരിച്ച് കയറുകയാണ്. പോയ കസ്റ്റമേഴ്സും ആൾക്കാരൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ള ടൂറിസ്റ്റുകളൊക്കെ തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ടൂറിസ്റ്റുകൾ എന്ന് പറയണമല്ലോ. കാപ്പി പിടിക്കാറോ? കാപ്പി പിടിച്ചു. ചായ് എന്റെ ചില്ലറ ഒന്നും കൂട്ടുകാരാ. കോയമ്പത്തൂർ ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? തിരിച്ച് നാട്ടിലോട്ട് പോയല്ലേ? നമ്മള് വലിയൊരു പരിപാടി കഴിഞ്ഞിട്ട് നാട്ടിൽ പോവല്ലേ? ഒന്ന് മാറിക്കേ. മൊബൈലല്ല, ലൈവ് എന്റെ പൊന്നോ. അങ്ങനെ നമ്മൾ വീണ്ടും ഇതിന്റെ പേര്, ഈ സ്ഥലത്തിന്റെ പേരെന്തോ? ഗാന്ധിപുരം ബസ് പാർക്കിങ്ങിലാണ് നമ്മുടെ റോബിൻ ബസ് കിടക്കുന്നത്, കണ്ടല്ലേ? അങ്ങനെ ഇവിടെ നിരവധി ഒരുപാട് വണ്ടി കിടപ്പുണ്ട്. MJT, ഡ്രീം ജേർണി, ഡ്രീം ലൈൻ ഒക്കെ എന്ന് പറഞ്ഞാൽ അത് തിരുവനന്തപുരത്ത് വരുന്നതല്ലേ? അതെ, ഡ്രീം ലൈൻ. നമ്മുടെ അച്ഛൻ വരുന്നു. എങ്ങനെയുണ്ട്? അത് വണ്ടി കുറച്ച് വർക്കുകളും കാര്യങ്ങളും റെഡിയാക്കുമായിരുന്നു. നമുക്ക് സെറ്റായിട്ട് പോകണ്ടേ? പവറായിട്ട് പോകണ്ടേ? പവറായിട്ട് പോകണം, പവർഫുള്ളായിട്ട്. അത് തന്നെ. കാപ്പി കുടിക്കാൻ വന്നു എന്ന് പറഞ്ഞിട്ട് കാപ്പി കുടിക്കുന്നല്ലേ? ചായ കുടിക്കല്ലേ? ഓക്കെ, അപ്പൊ സെറ്റാണ്. അച്ചായൻ എന്തായാലും, അച്ചായന്റെ പേര് ഭയങ്കര ഫേമസ് ആണ്, റാഫേൽ. പിന്നീടാണ് അറിഞ്ഞത് റാഫേൽ അച്ചായൻ. അച്ഛൻ ഒരു സംഭവമാണല്ലേ? അപ്പൊ അച്ചായൻ തന്നെ കോയമ്പത്തൂർ വന്ന് ചായ കുടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ കളികൾ വീണ്ടും ഗിരിശനൊക്കെ വരുന്നു. അപ്പൊ അവര് പോയി അവരുണ്ട്. കണ്ടില്ല, ഇവിടെ ഒരുപാട് വണ്ടി, മൊത്തം വണ്ടികൾ ഇവിടെ വരുന്നല്ലേ? ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലെ ഇതാക്കി പാർക്കും അല്ലേ? വണ്ടികളെല്ലാം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ബിൽഡിങ്ങിന് പണിയുന്നുണ്ടോ? കൺസ്ട്രക്ഷൻ നടക്കാൻ പോകും അല്ലേ? ഗാന്ധിപുരം ബസ് സ്റ്റാൻഡാണിത്, കണ്ടില്ലേ? വലിയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി വെള്ളം തരുമോ കുടിക്കാൻ? ലൈവില്ല. വീണ്ടും അങ്ങനെ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയാണ് സുഹൃത്തുക്കളെ, കണ്ടില്ലേ? അപ്പോ വണ്ടി എടുക്കാൻ താമസിച്ചില്ല, കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാകണ്ടേ? അവിടുന്ന് വരാൻ ട്രാഫിക്കിന്റെ ഒരു ഇത്, അതൊരു വിഷയം. അങ്ങനെയെല്ലാം കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ 2-3 പേര് വരാനുണ്ട്. ഇപ്പോൾ കോൾ വിളിച്ചിട്ടുണ്ട്, അവിടെ വന്നതിന് ശേഷം നമ്മൾ വണ്ടി എടുക്കാനൊക്കെ. അപ്പോൾ എന്തായാലും ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള കാഴ്ചയാണ്, കണ്ടില്ലേ? അമ്പരചുംബികളായിട്ടുള്ള ഹോട്ടൽ സമുച്ചയങ്ങളുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. കോയമ്പത്തൂർ സിറ്റിയുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതുപോലുള്ള കാഴ്ച എന്തുവായി? ഉണ്ട്. വരാനുണ്ട്. അല്ലേ, മാറിപ്പാറില്ല. ആരാ മാറിപ്പോലും? അപ്പൊ എന്തായാലും പുള്ളി ഓരോരുത്തരോരോ തിരക്ക് കാരണമേ, ഓരോരുത്തർക്ക് ഓരോ തിരക്ക്. ചായ ഗൂഗിൾ പേ ഉണ്ടോ? എന്നാ ഒരു ചായ തന്നെ. കോഫി ഉണ്ടോ? കോഫി എടുക്കാണല്ലോ. ചായ എന്നൊരു ചായ, നല്ല സ്ട്രോങ് ഒരു ചായ പറഞ്ഞു. എന്റെ ഗൂഗിൾ പേ ഉള്ള, ക്യാഷ് ഇല്ല. അച്ചാരാണ് എനിക്ക് ഓഫർ ചെയ്യുന്നത്. നമ്മുടെ അലോഷി അച്ചായന്റെ വക ഒരു ചായ കേട്ടോ. കോയമ്പത്തൂർ വന്ന് ചായ കുടിക്കാം എന്ന് പറഞ്ഞ വരവിൽ കണ്ട അച്ചായൻ ഞാൻ
ചായ വേണ്ടവര് വാങ്ങിച്ചോളാൻ. സത്യം ജയിക്കണം. സത്യം മാത്രമേ വിജയിക്കുള്ളൂ. യെസ്, നമുക്ക് ആവശ്യമില്ല. ഒന്നും നമ്മൾ കൊണ്ടുപോകത്തില്ല. എന്തെങ്കിലും കൊണ്ടുപോകും? ഒന്നും കൊണ്ടുപോകത്തില്ല. നമ്മളൊന്നും കൊണ്ടുപോകും. നമ്മളിപ്പോ ഇവിടെ രാഷ്ട്രീയം, രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ പൊതുജനത്തിന്റെ അവസ്ഥകൾ ഇപ്പൊ തന്നെ നോക്കിയാ. കോയമ്പത്തൂര് സിറ്റികളിൽ ചീറിപ്പാഞ്ഞ് വണ്ടികൾ പൊക്കോണ്ടിരിക്കുക. നമ്മുടെ നാട്ടിലോ കുറഞ്ഞുകൊണ്ടിരിക്കുക. വളരെ കഷ്ടമാണ്. വീതിയില്ല, റോഡില്ല. എന്തായാലും നടക്കട്ടെ. നമ്മുടെ നാട് വളർന്നു വരുന്നത് അഴിമതിയിൽ വികസിക്കട്ടെ. നമ്മുടെ നാട് എന്തെങ്കിലും ഒന്ന് നന്നാവും എന്നുള്ള ഒറ്റ തോന്നൽ കൊണ്ടാണ്, സിസ്റ്റം നന്നാകണം എന്നുള്ള ഒറ്റ തോന്നൽ കൊണ്ടാണ് ഓരോരുത്തരും ഇറങ്ങുന്നത്. ഇനി എതിരെ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഉടനെ പിടിച്ച് അകത്തിടുമായിരിക്കും. ആവോ, എന്തുവായാലും കണ്ടില്ല, ഒരുപാട് ബസ്സുകൾ, എത്ര ബസ്സുകളാണ്. പോണ്ടിച്ചേരി, TN, ഈ വണ്ടികളൊക്കെ ആകാശമൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ കൂടെ ഓടി വണ്ടികളാണ്. ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ഈ വണ്ടികളുടെയൊക്കെ ഒരുപാട് ടാക്സുകൾ നമ്മുടെ നാട്ടിൽ വരേണ്ടതാണ്. പക്ഷേ ഇതൊന്നും നമ്മുടെ നാട്ടുകാർക്ക് വേണ്ട. നമ്മുടെ നാട്ടുകാർക്കെന്നല്ല, നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ട. അല്ലേ, സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു അതിന്റെ ഒരു എന്താ പറയാ, ആ ഒരു സൺലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടോ? പാസ് ചെയ്യുന്ന ബ്രാഞ്ചസ് പോലെ ഈ മേഘങ്ങൾക്കിടയിലൂടെ എന്ത് രസകരമായ കാഴ്ചയാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. റോബിൻ ബസ്സിലെ യാത്രകൾ എന്നെ കൂടെ പ്രചോദിപ്പിച്ചുകൊണ്ടാണ് ഈ റോബിൻ ഗിരീഷ് ചേട്ടനും ടീമും. എനിക്ക് ഭയങ്കര പ്രചോദനമാണ് കേട്ടോ, ഭയങ്കര. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലോ, അതൊക്കെ അറിയാം. പല കാര്യത്തിലും നമ്മൾ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങി അങ്ങ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇവരുടെ കൂടെ കൂടിയതിന് ശേഷം ഒരുപാട് പാഠങ്ങൾ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചു. ഇനി അങ്ങനെ അങ്ങോട്ട് ചെയ്ത് നിയമത്തിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ വേണ്ടിയുള്ള ഒറ്റ പോരാട്ടത്തിനാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. സത്യം ജയിക്കട്ടെ, സത്യത്തിന് വേണ്ടി ഓരോ ദിവസവും പോരാടട്ടെ, മുന്നേറട്ടെ. അപ്പൊ നമ്മുടെ ഒരു കൂട്ടത്തിൽ വന്ന ഒരാൾ തിരിച്ചു പോകുന്നുണ്ട്. ആൾക്ക് എന്തോ പറയാനുണ്ട് എന്ന് പറയുന്നു. എന്തെങ്കിലും പറയണ്ടോ? എന്ത് പറ്റി? പറയൂ. ചുമ്മാ വിളിച്ചാണ് എന്നെ ഒന്ന് കാണാനല്ലേ? അല്ല, വരുന്നുണ്ട്, രണ്ടുപേരും വരാറുണ്ട്. അപ്പോ അവരോട് വരാൻ വേണ്ടി വെയിറ്റിംഗിലാണ്. ഇനി അങ്ങോട്ട് റോക്കാണ്, റോക്ക് ഓൺ റോബിൻ. അല്ല, ആ ഹോട്ടലിലെ മണ്ടയ്ക്ക് ഓപ്പൺ ഡൈനിങ് ഉണ്ട്. ഓപ്പൺ ഡൈനിങ്, ഓപ്പൺ ഏരിയ ആണ്. എനിക്കത് പൂളാന്ന് തോന്നുന്നു, സ്വിമ്മിംഗ് പൂളാന്ന് തോന്നുന്നു. ഐ തിങ്ക് ദാറ്റ് വൺ. ആ ഒരു ബ്ലൂ കളർ വന്ന സ്വിമ്മിംഗ് പൂളാന്ന് തോന്നുന്നു. ഓപ്പൺ സ്വിമ്മിംഗ് പൂളും സെറ്റപ്പും ഒക്കെ ആയിട്ട് പാർക്ക് എലൻസ ഇരിക്കട്ടെ. ചുമ്മാ ഒരു പ്രൊമോഷൻ. ഇപ്പം ഗാന്ധിപുരം സ്റ്റേഷന്, അതായത് പാർക്കിംഗ് ഗ്രൗണ്ടിനോട് ചെറിയ ഇവിടെ ഭയങ്കര കണ്ടില്ലേ? ഇപ്പം തന്നെ പിള്ളേരൊന്ന് വർക്ക് ചെയ്യുന്ന നോക്കി. ഇവിടൊക്കെയാണ് വികസനം നടക്കുന്നത്, അല്ലേ? കോടിക്കണക്കിനോടെ വികസനങ്ങൾ നടക്കുന്നു. അടുത്ത കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എന്തായി തീരും ഇവിടെ? 50 ചുംബികളായിട്ടുള്ള എവിടെ ഇരിക്കും? நல்லா இருக்கா? ஓகே, நல்லா இருக்கீங்களா? அப்பா, இந்த வண்டி தான் ஹீரோ. இது ரோபின் பஸ் தான் ஹீரோ. இது ஓனர் அதுக்கு ஹீரோ, அதுக்கும் மேலே. லட்டா ഞാൻ തന്നെ നിന്ന് തള്ളി പറിക്കാതല്ലേ? കഥകള് പറയാണ് നമ്മുടെ നാട് രക്ഷപ്പെടുന്നതിനെ പറ്റി കഥകൾ പറയായിരുന്നു. എന്താണ് രക്ഷപ്പെട്ടു? നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. സുഖമായ യാത്ര, അത്യാവശ്യം പർച്ചേസിംഗ് കാര്യങ്ങളെല്ലാം നടന്നു. സന്തോഷമായിട്ട് തിരിച്ചു പോകുന്നു. സന്തോഷം. വൈകിട്ട് 5 മണിയാകുമ്പോൾ വണ്ടി എടുക്കാൻ 5-5:30 ആ സമയത്ത് അല്ലേ? ഇപ്പൊ തന്നെ വരാൻ ഒരു 2 പേര് ലേറ്റ് ആണ്, വരുന്നേ ഉള്ളൂ. അവരുടെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ വണ്ടി എടുക്കുന്നുണ്ട്.
അപ്പൊ എന്തായാലും കണ്ടില്ലേ, ഇതാണ് നമുക്ക് ഉള്ള ഒരു പ്രത്യേകത. കണ്ടില്ലേ, വളരെ സന്തോഷകരമായിട്ടാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തരോടും ചോദിച്ചാലോ, അകത്തിരിക്കുന്ന ഓരോരുത്തരോടും നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ട് കോയമ്പത്തൂർ ട്രിപ്പ്? പൊളിയല്ലായിരുന്നോ? ഇങ്ങോട്ട് വന്നപ്പോ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു പൂച്ചണ്ട്, ഓരോരോ പൂച്ചണ്ടുകൾ ഇങ്ങനെ കയറി വന്ന് വിടർത്തി കാണിക്കുകയായിരുന്നല്ലേ. അപ്പൊ എന്തായാലും ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് ഭയങ്കര ബിസിയാണ്. ഓ അടിയ കറങ്ങിയ സ്പെയർ പാർട്സ് മൊത്തം വാങ്ങിച്ചാ? ഇല്ലല്ലോ, ഒരിക്കലല്ലോ. ഞാനെങ്ങനെ പോരാ. അച്ഛൻ തോർത്തൊക്കെ എടുക്കുന്നത് കുളിക്കാൻ പോവാതോ? എല്ലാം ഉണ്ടല്ലേ, ഫുൾ സെറ്റിങ്ങിനാണല്ലേ? ആ, എല്ലാ സെറ്റപ്പും ഉണ്ടല്ലേ? നെബുലൈസർ ഉണ്ട്. ആഹാ, കാര്യമായിട്ടാണല്ലോ. ആഹാ, അച്ഛൻ ആഹാ, അവനെ അത് പറ്റിയ മൂട്ടാനായിരുന്നു. ചെറിയ കോയമ്പത്തൂർ കണ്ടോ? എന്ത് അയ്യോ, അത് തന്നെ. അതുപോലെ തന്നെ നോക്കി, കോയമ്പത്തൂർ സിറ്റി കാണാൻ പോകുന്ന ഒരു വണ്ടിയാണ് കണ്ടാ പൊക്കോണ്ടിരിക്കുന്നുണ്ടോ? അവരത് കെയർ ചെയ്ത് തന്നെ ഓടിക്കുന്നത്. നമ്മുടെ നാട്ടിലാണ് എപ്പോ മുച്ചി താഴെ കിടന്നത്. ടൂറിസം കണ്ടോ? സൗകര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുത്തിരിക്കുന്നത്. ആൾക്കാരെ പോയി എല്ലാ രസമായിട്ട് തിരിഞ്ഞു വരും. നമുക്കിപ്പോ ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഈ വണ്ടിക്ക് വന്നാൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഇവിടെ വന്നിറങ്ങിയാല് ഇതുപോലുള്ള പരിപാടികളൊക്കെ താല്പര്യമുള്ളവർക്ക് അതിലും യാത്ര പോകാനുള്ള സമയം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടൻ പറയുന്ന ഓപ്പർച്യൂണിറ്റി. അപ്പൊ അച്ചായൻ എന്തോ ഒരു സാധനം എടുത്ത് കാണിച്ചു. അച്ഛാ, എന്താ അച്ഛാ കാണിച്ചത്? ഓ, അച്ഛാ ഫുൾ സെറ്റിങ്ങിലാണല്ലോ. എനിക്ക് വയ്യ. അച്ഛന് ശ്വാസം മുട്ടലുണ്ടോ? ആവശ്യതല്ല. അച്ഛൻ എന്തായാലും അപ്പൊ എന്തായാലും എന്താ കണ്ടില്ലേ, ബാക്കിലോട്ട് പോവാം. എങ്ങനെ ഉണ്ടായിരുന്നു കോയമ്പത്തൂർ ട്രിപ്പ്? ലാഹയുടെ മണ്ണിൽ നിന്ന് നമ്മുടെ എങ്ങനെയുണ്ട്? പൊളി. ഞാൻ എന്നും വന്ന് അവിടെ തള്ളി പറിക്കുക. അവിടെ സൂപ്പറാണ്, മഞ്ഞുണ്ട്. പക്ഷെ നമ്മുടെ അവിടെ ആള് കയറുന്നില്ല. അതാണ് വേറെ ഔട്ട്സ്റ്റാൻഡിങ്. വേറെ എന്തുപറ്റി? ആൾക്കൂട്ടം. അത് ബ്ലോക്ക്. എന്ത് ചെയ്യാനാ, സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് മുന്നോട്ട് വാച്ചാ. എങ്ങനെയുണ്ട്? ചേട്ടൻ പേരെങ്ങനാ? ജസ്റ്റിൻ. എങ്ങനെയുണ്ടായിരുന്നു കോയമ്പത്തൂർ ട്രിപ്പ്? പൊളിയാണല്ലേ? ഇന്ന് കടന്നാണോ? ഇന്നോ? ലാഹേലോ? ഓ, ലാഹേൽ ഇന്ന് കാണുന്ന സംഭവം. മോനെ ആ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് തന്നെ. എന്റെ നമ്പർ ഉണ്ടല്ലോ. അമ്പലത്തിന്റെ അടുത്തല്ലേ? വിടുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞ അയ്യപ്പന്മാരെ കാര്യം ഭയങ്കര കഷ്ടമല്ലേ? വണ്ടി മേലോട്ട് പോകുന്നില്ല. കാര്യം അതുപോലെ ജനങ്ങളാണ്. അപ്പൊ എന്തായാലും കൊള്ളാം, കാര്യങ്ങളൊക്കെ സെറ്റല്ലേ? അച്ചായോ തകർന്നോ കോയമ്പത്തൂർ കണ്ടപ്പോ? കുവൈറ്റ് ആരാ? അത് കണ്ടില്ല. എല്ലാരും കുവൈറ്റിലാണോ? കുവൈറ്റിലെവിടെ? പിന്നെ കുവൈറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ടാ? കുവൈറ്റിലെവിടാ? ആരാ? സാൽമിയല്ലേ? ഇവിടെ സാൽമി ചന്തയ്ക്ക് താഴെയോ? സാൽമിയിൽ എവിടെ അറിയാമോ? സാൽമിയിൽ എവിടെ ആയിരുന്നു? ബ്ലോക്ക് വന്നല്ലോ. എന്റെ പൊന്നു, റിഗി അറിയോ? റിഗിയിലുണ്ടായിരുന്നു ഞാൻ. അൽഫർമാനിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തും ഞാനോ? അല്ലല്ല, ഞാൻ KNPC എന്ന് പറഞ്ഞ കമ്പനി കുറച്ചാൾ വർക്ക് ചെയ്തായിരുന്നു. IT-യിൽ ചെറിയ വർക്ക് ചെയ്തായിരുന്നു. അപ്പൊ അങ്ങനെ എക്സ്പീരിയൻസ് ആണ് ജീവിതത്തിൽ. എക്സ്പീരിയൻസ് ആണല്ലോ പാഠപുസ്തകം. അപ്പൊ അതല്ല SP ഓഫീസിൽ ചെന്നപ്പോ സാറി എന്താ പഠിച്ചേ? ഞാൻ പക്ഷെ ഞാൻ വലിയ കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും കൊള്ളാം. എങ്ങനെ എന്ത് ചെയ്യുന്നു അവിടെ വീട്ടില്? സ്കൂൾ ഡ്രൈവറാണ് ചേച്ചി. ഏത് ഹോസ്പിറ്റലാ? പ്രൈവറ്റിലല്ലേ? ഓ, അവിടുത്തെ വലിയൊരു ജാബർ ഹോസ്പിറ്റലിലെ നമ്മുടെ ഒരു വകയിലൊരു ബന്ധു, മുന്നേ ഉണ്ടായിരുന്ന ഒരു ബന്ധു വർക്ക് ചെയ്യുന്നുണ്ട്. ഒപ്പം മാറി, ഇപ്പൊ അയർലൻഡിലാണ്.
അപ്പൊ എന്തായാലും കൊള്ളാം, വളരെ സന്തോഷം. അപ്പൊ ഞാനും KMPC ഉണ്ടായിരുന്നു കുവൈറ്റില്, പിന്നെ സൗത്ത് സൂറയിലുണ്ടായിരുന്നു, സിവിൽ ഐ ഡി ഓഫീസിലുണ്ടായിരുന്നു, അവിടെ വർക്ക് ചെയ്തിരുന്നു. പിന്നെ അങ്ങനെയാണ് KNPCയുടെ സെക്ടറിലോട്ട് നീങ്ങുന്നത്. ഇന്ന് പണ്ടേ രക്ഷപ്പെട്ടതാ, അടുത്ത ഫ്ലോറാ. അപ്പൊ എന്തായാലും ചേച്ചിയുടെ കമന്റ് കൊള്ളാം. അപ്പൊ എന്തായാലും ചന്ദ്ര താഴെ എവിടെ ആയിട്ടാന്ന് പറഞ്ഞു കൂടുതൽ തൊട്ട് താഴെ അല്ലേ. അപ്പൊ എന്തായാലും എങ്ങനെയുണ്ട് കോയമ്പത്തൂർ ട്രിപ്പ്? അടിപൊളി, ഇഷ്ടപ്പെട്ടല്ലേ? അപ്പൊ ഇനി നമുക്ക് റോക്കാം അല്ലേ? അപ്പൊ റോബിന്റെ ഫാൻ ആയി കഴിഞ്ഞു. എന്നേ ആയതാണല്ലേ? ആഹാ, അതേതാ? ഓ, കൊച്ചി വണ്ടി പച്ച അല്ലേ? അപ്പൊ റോബിന്റെ ഫാൻസുകളാണ് ഈ ഇരിക്കുന്ന എല്ലാം. അതെ, ഫുൾ PP ഷിജു. അതേതാ? ആ ഡ്രൈവർ, ഇപ്പോഴത്തെ ഡ്രൈവർ. അത് ഒരുപാട് ഡ്രൈവർമാർ വന്നു. ഇപ്പൊ ഇതിനു മുന്നേ പല പല ഡ്രൈവർമാർ വന്നു. ആ, അതാണ് എന്താ ഫീ സപ്പോർട്ട് അല്ലേ? ഇതോ സ്വന്തം അളിയൻ? ആഹാ, അളിയൻ വിളിച്ചിട്ട് വന്നാ. പുള്ളിയുടെ വീട് എവിടാ? മറ്റേ തെടനാട്. അതാ ആ ഭാഗത്ത് എവിടെ വന്നാ പറഞ്ഞത്. മനോജനെ അറിയാന്ന് പറഞ്ഞു. മിമ്രോക്കിലെ മനോജനൊക്കെ അറിയാന്ന് പറഞ്ഞു. മനോജൻ ചോദിക്കുകയും ചെയ്തു. അപ്പൊ എന്തായാലും എന്തെങ്കിലും പറയാനുണ്ടോ? ലാഹയിൽ എന്തെങ്കിലും പ്രത്യേക തരം ദൂതുകളോ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും? ലാഹയില് അയ്യപ്പന്മാര് വളരെയധികം സങ്കടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ അല്ലെ? അത് ഭയങ്കര സങ്കടം. നമ്മുടെ ഒരു പ്രീ പ്ലാനിങ് ഇല്ലാതായി പോയി. ഇനി അറിയില്ല, നമുക്ക് അവിടുത്തെ അവസ്ഥകൾ എന്താണെന്ന് അറിയില്ല. അറിയല്ലേ? പറയാനൊക്കത്തില്ല. അപ്പൊ എന്തായാലും എങ്ങനെയുണ്ട് കോയമ്പത്തൂർ? പൊളിയാണോ? സൂപ്പറാണ്. എങ്ങനെയുണ്ട്? അല്ല, ചെറിയ വെക്കല്ല, വളരെ ഭയങ്കര സന്തോഷകരമായിട്ട് ഇങ്ങനെ ചാർജ് കിടന്ന് വിശ്രമിക്കുന്നത്. അപ്പൊ വിശ്രമത്തിനിടെ നമ്മൾ എങ്ങനെയുണ്ടായിരുന്നു? പൊളി വർക്കായിരുന്നു അല്ലേ? പൊളി യാത്രയായിരുന്നു. ഇവിടെ എന്റെ ആപ്പിള് കുറച്ചു നേരമായിട്ട് ഇങ്ങോട്ട് തട്ടിക്കളിക്കുന്നു. ആപ്പിളോട് വിരോധം വല്ലതും ഉണ്ടോ? ഞെക്കി നിന്നെ ഞാൻ എടാ അല്ലേ എന്റെടാ ആപ്പിളെ. അപ്പൊ അങ്ങനെ വിസിലടിച്ചോ? ആറാ വിസിലടിച്ചു? 6 വിസിലടിച്ചു. ഇനി കിളിയില്ലല്ലോ. ഓ, ചായ കടക്കാരൻ. അങ്ങനെയുണ്ട്. നമ്മുടെ മറൈൻ ഡ്രൈവിൽ പോലും ഒരു ചെറിയ കണ്ണാടി കിട്ടിയാണെ എടുത്തിട്ടടിച്ചു. എല്ലാരും ആയി. അപ്പൊ എന്തായാലും നമ്മൾ ചെറിയ നമ്മുടെ വണ്ടി കറണ്ട് കുത്തിയിട്ടാൽ എന്റെ ചാർജ് പോവും. ലൈവിന്റെ ഒന്നും തോന്നില്ല. ഇതേ കുത്തിയിട്ട് ഇതില്. അപ്പൊ എന്തായാലും നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, അമ്പരചുംബികളായിട്ടുള്ള കോയമ്പത്തൂര് വലിയ വലിയ കെട്ടിടങ്ങൾക്കിടയിലൂടെ 3 നിലയൊക്കെയുള്ള കേട്ടോ. 3 നില കെട്ടിടമൊക്കെ ഉള്ളൂ. എന്തായാലും ഒരുപാട് നല്ല ചെടികളൊക്കെ വെച്ച് പിടിച്ച് നല്ല നീറ്റായിട്ടാണ്. അണ്ണാ കുവൈറ്റൊക്കെ കുറെ അറിയാം അണ്ണാ. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവാണണ്ണാ. മതിലൊക്കെ ചാടിച്ച് കിടക്കുകയാണ്. ലൈവിട്ടില്ലേ? അല്ല, ലൈവിട്ടില്ല. തെറിവിളിയോടെ 1000 പേര് ഇരിക്കുക. തെറിവിളിയോടെ ഒരു ഓപ്ഷനില്ല. ഞാൻ എന്റെ ഈ പാട്ട് കേൾക്കുന്ന സാധനം തരാം. ഫോൺ പോയോ? അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ നഗരത്തിൽ വിട പറഞ്ഞുകൊണ്ട് നമ്മളിതാ കോയമ്പത്തൂർ നഗരം വിട പറഞ്ഞുകൊണ്ട് നമ്മളിതാ മുന്നോട്ട് നീങ്ങുകയാണ് കൂട്ടുകളെ.
അങ്ങനെ ഇതാ സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കോയമ്പത്തൂരിൻ്റെ മണ്ണിൽ നിന്ന് ഇതാ നമ്മൾ പറന്ന് നമ്മൾ ഇതാ രാവിലെ 5 മണിക്ക് പുറപ്പെട്ട് ഏകദേശം ഒരു 2 മണിയോടുകൂടി നമ്മൾ കോയമ്പത്തൂരിൻ്റെ മണ്ണിൽ കാല് ചവിട്ടി. അങ്ങനെ വീണ്ടും നമ്മൾ 5:30 ആയ സമയത്ത് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തിരിച്ച് നമ്മുടെ നാട്ടിലേക്കുള്ള യാത്ര ടൂറിസ്റ്റുകളെയും കൊണ്ട് ആണ് നമ്മുടെ യാത്ര. കണ്ടില്ലേ, കണ്ടില്ലേ. പാചക പ്രശ്നം എല്ലാവരും തെരുവിടി പറഞ്ഞു പോപ്പുലേറ്റ് കയറില്ല, പിന്നെ ആർക്കും ചെയ്യാൻ പറ്റില്ല. ഇതനുസരിച്ചാണ് ആൾക്കാർ ചെയ്യുന്നത്. ആർക്കിട്ട് കഴിഞ്ഞാൽ പണിയൊക്കെ അത് എമർജൻസി ഇതാണ് അലാറം. സേഫ്റ്റിക്ക് വേണ്ടി. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക് നമ്മൾ തിരിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ വീണ്ടും കോയമ്പത്തൂരിൻ്റെ മണ്ണിൽ നിന്ന് തിരിച്ച് നമ്മുടെ നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കണ്ടില്ലേ, കോയമ്പത്തൂർ ടൗൺ എന്ത് തിരക്കേറിയ ടൗണിലൂടെ തൂങ്ങാനേറെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കോയമ്പത്തൂർ കോവൈ എന്ന് പറയുന്ന പേര് ലെവലോടുകൂടി പറയുന്ന കോയമ്പത്തൂർ സിറ്റി കണ്ടില്ലേ, എന്തോ തിരക്കാൻ നോക്കി. പള്ളടം, പാലക്കാട്, പൊള്ളാച്ചിക്ക് 41, പാലക്കാട് 50 കിലോമീറ്റർ. റൈറ്റിലേക്കാണ് പോകേണ്ടത്, പാലക്കാട് പൊള്ളാച്ചി റോഡിലേക്ക്. എന്തായാലും നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങ് നമ്മുടെ പറുദീസയായ കേരളത്തിലേക്ക്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ അവസ്ഥകൾ വളരെ കഷ്ടമായിരിക്കും. എന്താണെന്ന് അറിയില്ല. 1000 പൂച്ചെണ്ട് കൊണ്ട് നമ്മുടെ മണി വിഴുങ്ങുന്ന സാറുമാർ നാട് റോഡിൽ കാണുമോ ആവും. കണ്ടില്ലേ, ഒരു പഴയ ട്രെയിനൊക്കെ ഇരിക്കുന്നുണ്ടോ? നമ്മൾ മുമ്പേ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകു ഭാഗമാണ് കണ്ടത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗമാണ് പഴയ ഒരു ട്രെയിൻ, ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഒരു ട്രെയിനൊക്കെ ഇരിക്കുന്നുണ്ട്. കോയമ്പത്തൂർ ജംഗ്ഷൻ.
നമുക്ക് മാർഗം ഉണ്ടാക്കാം. പിന്നെ ചാർജ് കുറവാണ്, കട്ടായി ഓഫായി പോയിട്ട്. അങ്ങനെ നമ്മുടെ വണ്ടി വീണ്ടും പാലക്കാടിനെ ലക്ഷ്യമാക്കിയുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പാലക്കാടിന് ഇവിടുത്തെ ഒരു ഇതുണ്ട്, ഒരു ബസ് സ്റ്റാൻഡാണ്. നോക്കി എന്ത് രസമാണ് നോക്കി, അടിപൊളിയായിട്ട് പണിഞ്ഞിരിക്കുന്നുണ്ടോ. അവിടെ ചെറിയ 3 ആംബുലൻസും കാര്യങ്ങളും സെറ്റപ്പും ഒക്കെ ചെയ്തിട്ട് രസകരമായിട്ടാണ് ബസ് സ്റ്റാൻഡ് പണിഞ്ഞിരിക്കുന്നത്. ഇതൊരു ബസ് സ്റ്റാൻഡാണ് കണ്ടോ, ഇതൊരു ബസ് സ്റ്റാൻഡാണ്. ഭയങ്കര സെറ്റപ്പാണ്. ഇങ്ങോട്ടോ നമ്മുടെ വണ്ടി കയറും കേട്ടോ. എന്നാ വലിപ്പമുള്ള ബസ് സ്റ്റാൻഡാ, കാര്യമായിട്ടാണ് ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞാലും കയറി പോകുക. പാടാ, വലിയ പാടാ. നമ്മുടെ മൂവാറ്റുപുഴയിൽ ഇതുവരെ ഇതില്ലേ ഉണ്ടാകുന്നു. ആ ആ ആ അല്ല, അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നേരെ പാലക്കാടിന് മണ്ണിലേക്ക് 50 കിലോമീറ്ററാണ് പാലക്കാടിന് മണ്ണിലേക്ക് നമ്മുടെ യാത്ര. റോബിൻ ബസ് എന്ന വികാരഭരിതനായി നമ്മളിതാ നമ്മുടെ നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കണ്ടില്ലേ, റോബിൻ എന്ന വികാരം, അതൊരു വികാരമാണ്, വികാരമാണ്. കേരളം മൊത്തം അലയടിക്കത്തക്ക വിധത്തിൽ ആരെന്തൊക്കെ പറഞ്ഞാലും ഇത് ഗിരീഷേട്ടൻ്റെ സമയമാണ്. ഗിരീഷേട്ടൻ്റെ റോബിൻ്റെ സമയമാണ്. തമ്പി ബെൽറ്റ് ഹൗസ്. Hello? Yes. Are you there? We just started our journey back to bed. No problem. Let's start our hike. अभी शुरू हुआ था. स्टार्ट किया था बाबा. इसका
പൈസ മാത്രമേ കൊടുക്കണം. എൻ്റെ വണ്ടിയുടെ ട്രാൻസ്പോർട്ട് എടുത്ത് വെക്കാൻ ഇവിടുന്ന് കൊച്ചി വരെ വന്നാലേ അറിയില്ല പെട്ടെന്ന് വരില്ല, വന്നാലും അറിയില്ല പെട്ടെന്ന് കിട്ടും. സമയം പോലെ വിളിക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ളൊരു യാത്രയാണ്. എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഒരു വിഷയമില്ലാതെ യാത്ര ചെയ്ത ഒരേ ഒരു ദിവസം ഇന്നായിരുന്നു. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടില്ലേ കോയമ്പത്തൂരെ തിരക്കുകൾ കണ്ടോ? ആർക്കെങ്കിലുമൊക്കെ കോയമ്പത്തൂർ വരണം, എൻ്റെ പൊന്നളിയ റോബിൻ ബസ്സെ കയറിക്കോ, പൊളിയായിരിക്കും. നാളെ നമ്മുടെ ബുക്കിംഗ് നമ്പറൊക്കെ അറിയാമല്ലോ, കാര്യങ്ങളൊക്കെ സെറ്റിംഗൊക്കെ അറിയാമല്ലോ. അപ്പോൾ എന്തായാലും ആ നമ്പർ വിളിക്കുക, എന്താ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. വിളിച്ചു പറഞ്ഞ നമ്പറിൽ കയറി രാവിലെ ഒരു വരവ് വന്ന് കഴിഞ്ഞാൽ 1.5 വരവായിരിക്കും. അപ്പോൾ എന്തായാലും ഭയങ്കര വളരെ സന്തോഷകരമായിട്ടുള്ള യാത്രയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിതമായിട്ടുള്ള വിഷയങ്ങളൊക്കെ അറിയാമല്ലോ. എന്നും പിടുത്തവും എന്നും പ്രശ്നങ്ങളും ഇന്നും പിടിച്ചു, പക്ഷെങ്കിൽ അധികം നേരം ഇട്ടുകൊണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം അതൊരു വിജയമായിരുന്നു. വിജയം എന്ന് പറഞ്ഞാൽ 1.5 വിജയമായിരുന്നു. നമ്മളെന്താ പറയുക, ഒരു സിസ്റ്റത്തിന് ഒരു ഒറ്റയാൾ പോരാട്ടം എന്നൊക്കെ വേണേൽ പറയാം. ഇത് പൊള്ളാച്ചിക്ക് 40, പാലക്കാട് 51, പേരൂര് ആ റൂട്ട് പോകണം. കണ്ടില്ലേ, ഇവിടുത്തെ ഒരു വലിയ ലേക്കാണ്. വലിയ ലേക്ക് കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ നമ്മൾ കണ്ടില്ലേ, അപ്പോൾ നാളെ
നാളത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ളവരൊക്കെ ബുക്ക് ചെയ്യാനുള്ള നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റാകും. നാളെ ഒരു പൊളിക്ക് യാത്ര. ഒരു ചായ കുടിക്കാൻ വേണ്ടി കോയമ്പത്തൂർ വന്ന ഒരുപാട് ഫാമിലി ഉണ്ട്. എന്നാലും വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു. എന്തായാലും കോയമ്പത്തൂർ വരേണ്ടവർക്ക് രാവിലെ 5 മണിയാകുമ്പോൾ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ നേരെ കോയമ്പത്തൂർ സിറ്റിക്കകത്ത് വരും. അതിനുശേഷം 5 മണിക്ക് വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു, ട്രിപ്പായിരുന്നു എന്ന് വേണം പറയേണ്ടത്. ഓക്കെ, എന്നാ സ്റ്റൈലല്ലേ. ഫുള്ള് ബോട്ടിങ്ങാ. എന്തുമാ എന്നോ രസമല്ലേ സിറ്റി കാണാൻ. അടിപൊളി കണ്ടില്ലേ, വലിയ വലിയ പൂ. സൈഡിലൊക്കെ കാറ്, കുപ്പി എന്തൊക്കെ ഉണ്ടാക്കി ചെയ്യുന്നു. ഇങ്ങനെ കാര്യമായിട്ട് ഉണ്ടാക്കി ചെയ്യുന്നു ഓരോ സാധനമാണ്.
അപ്പോൾ എന്തായാലും ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നു. യെസ്, താങ്ക് യു. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല. ഏകദേശം 12:30 സമയത്താണ് ഞാൻ നമ്മുടെ വീട്ടിൽ വന്നത്. കാരണം തങ്കേരി ഘോഷയാത്ര, ശബരിമലയിൽ തങ്കേരി ഘോഷയാത്ര പോകുന്നതിൻ്റെ പുറകെ ഇങ്ങനെ പോയി എന്നും ഇതുപോലൊക്കെയാണ് ഓരോ മണിക്കൂർ 2-2.5 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. അതിന് ചെറിയ ക്ഷീണമുണ്ട്, തോന്നരുത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വരുന്ന കട്ട സപ്പോർട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ 1.5 കട്ട സപ്പോർട്ടാണ്. റോബിൻ ബസ്സിലുള്ള എല്ലാ ചങ്കുകളും ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട്.
അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ചെയ്തത്. ഫോണിൻ്റെ ചാർജ് തീരാറായിട്ടുണ്ട്. അത് ചെറിയൊരു പ്രശ്നമാണ്. ഇവിടെ ചെറിയ ലൈവ് ഓഫ് ചെയ്യാനൊരു പരിപാടിയാണ് ശ്രമിക്കുന്നത്. ഒന്ന് ചാർജ് ചെയ്തതിന് ശേഷം ഞാൻ വേണ്ടി ലൈവായിട്ട് വരുന്നതായിരിക്കും.